Hello everyone, welcome back to Salem Learning. It's me, Muhammad Shafiq BK, your chemistry teacher. മക്കളെ നമുക്ക് നാളെ കെമിസ്ട്രി എക്സാം ആണ് അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ തമ്പിൽ പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നാളെ ചോദിക്കാൻ പോകുന്ന ഏരിയ ആണ് സാർ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുന്നതോട് കൂടിയിട്ട് ഉറപ്പായിട്ടും ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. നാളെ ഒരു വലിയ മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബിക്കോസ് നിർബന്ധമായിട്ടും ഇത് നാളെ എക്സാമിന് ചോദിച്ചിരിക്കും. അത് എന്റെ ഷുവർ ആയിട്ടുള്ള കോൺഫിഡൻസ് ആണ്. ഓക്കെ, ഏതൊക്കെയാണ് ആ ഏരിയ എന്ന് നോക്കാം. മറ്റൊന്നുമല്ല മക്കളെ, നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ഓഫ് മെറ്റലിൽ നിങ്ങൾക്ക് അലുമിനിയവും അതുപോലെ തന്നെ അയണും രണ്ടിന്റെയും പ്രിപ്പറേഷൻ, പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആ രണ്ടിൽ നിന്നും ഉറപ്പായിട്ടും ചോദ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നുകിൽ അലുമിനിയത്തിൽ നിന്നും മാത്രമായിരിക്കും, അല്ലെങ്കിൽ അയണിൽ നിന്നും മാത്രമായിരിക്കും. മക്കൾക്ക് അത് പഠിക്കാൻ സാറൊന്ന് എളുപ്പ വഴിയിലൂടെ എങ്ങനെ ഇത് പഠിച്ചെടുക്കാം, ഏതൊക്കെ ചോദ്യങ്ങളാണ് ഇവിടെ നിന്നും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക എന്നുള്ളത് പറഞ്ഞു തരാം ഈ വീഡിയോയിൽ. തീർച്ചയായിട്ടും ഇത് മുഴുവൻ കാണുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അതിനുള്ള നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക. സോ നമുക്ക് ഉഷാറാക്കാം മക്കളെ. അലുമിനിയം എന്ന് പറയുമ്പോൾ ആ അലുമിനിയം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് നമ്മൾ കാര്യങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അലുമിനിയം പാത്രങ്ങൾ, അതേപോലെ ഇലക്ട്രിക് ലൈനുകൾ, അലുമിനിയം ഫോയിൽസ്, ഇതിനൊക്കെയുള്ള കാരണങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അലുമിനിയം കൊണ്ട് പാത്രങ്ങൾ നിർമ്മിക്കാൻ, പാചക പാത്രങ്ങൾ നിർമ്മിക്കാനുള്ള കാരണം അലുമിനിയത്തിന്റെ ഹീറ്റ് കണ്ടക്ടിവിറ്റി ആണ്. അതായത് നമ്മൾ പറയാ താപചാലകതയാണ്. ഓക്കെ, മറ്റൊന്ന് അലുമിനിയത്തെ കൊണ്ട് എന്തുകൊണ്ടാണ് ഇലക്ട്രിക്കൽ വയറുകൾ ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ അലുമിനിയത്തിന്റെ വൈദ്യുത ചാലകതയാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ്. ഓർമ്മ വെക്കുമല്ലോ. മറ്റൊന്ന് അലുമിനിയം ഫോയിൽ ഉണ്ടാക്കാൻ അലുമിനിയത്തിന്റെ ഏത് പ്രോപ്പർട്ടി ആണ് ഉപകാരപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ മാലിയബിലിറ്റി. എഴുതി വെക്കണേ, മാലിയബിലിറ്റി. കാരണം അടിച്ചു പരത്തി തിൻ ഷീറ്റാക്കി മാറ്റാനുള്ള കഴിവാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അലുമിനിയത്തിൽ നിന്നും വരുന്ന മറ്റു ചോദ്യങ്ങൾ എന്താണ് മക്കളെ? അലുമിനിയത്തിനെ കുക്കിംഗ് പാൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, അഥവാ പാചക പാത്രങ്ങൾ ഉണ്ടാക്കാൻ ഹീറ്റ് കണ്ടക്ടിവിറ്റി ആണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇലക്ട്രിക് ലൈൻ ആക്കാൻ വേണ്ടിയിട്ട് എന്താണ്? വൈദ്യുത ചാലകതയാണ് അതിന്റെ ക്വാളിറ്റി. അലുമിനിയം ഫോയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാലിയബിലിറ്റി ആണ് എന്നുള്ളതും സാറ് പറഞ്ഞു. മറ്റൊന്നാണ് എയറോപ്ലെയിൻ ബോഡി, അതായത് വിമാനങ്ങളുടെ ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അലുമിനിയം ഉപയോഗിക്കാൻ കാരണം അലുമിനിയത്തിന് ഭാരം കുറവാണ്, വെയിറ്റ് കുറവാണ്, പക്ഷേ അതിന്റെ സ്ട്രെങ്ത്, അതിന്റെ ഉറപ്പ് കൂടുതലാണ് എന്നുള്ളതാണ്. സോ ഈ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. നിങ്ങൾ വലിയ ഒരു ഒരു ഓവറായിട്ട് നിങ്ങൾ അതിൽ എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇതിന് മറക്കൂല. ഇനി മക്കളെ, അലുമിനിയത്തിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി മക്കൾ പഠിച്ചു വെച്ചോ, അലുമിനിയത്തിന്റെ അയിര് അതല്ലെങ്കിൽ ഓറിന്റെ പേരെന്താണ്? ആദ്യം സാർ ഇവിടെ ഫോർമുല എഴുതാം. ഓക്കെ, യെസ്, ആദ്യം സാർ ഇവിടെ ഫോർമുല എഴുതാം. എന്തായിരുന്നു ഫോർമുല? Al2O3.2H2 എന്നുള്ളതാണ് അലുമിനിയത്തിന്റെ ഓറിന്റെ അയിരിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇത് മറക്കരുത്. ഇതിന്റെ പേരാണ് ബോക്സൈറ്റ്. എന്താ മക്കളെ? ബോക്സൈറ്റ്. ഓക്കെ, അപ്പൊ ബോക്സൈറ്റിന്റെ ഫോർമുല സാർ എഴുതി. അതാണ് അലുമിനിയത്തിന്റെ ഓറായിട്ട് വരുന്നത്. ഇനി അടുത്തത് ചോദിക്കുക, അതിന്റെ കോൺസെൻട്രേഷൻ മെത്തേഡ്, സാന്ദ്രണ രീതി എന്താണ് ബോക്സൈറ്റിന്റെ എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, ലീച്ചിങ് ആണ് അലുമിനിയത്തിന്റെ അല്ലെങ്കിൽ ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതി എന്ന് പറയുന്നത്. ലീച്ചിങ്ങിന് മലയാളവും എന്ത് തന്നെയാണ് മക്കളെ? ലീച്ചിങ് എന്ന് തന്നെ ആയതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്താണ് ലീച്ചിങ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ? അപ്പൊ ആദ്യമായിട്ട് ലീച്ചിങ് ഓഫ് ബോക്സൈറ്റ് സിമ്പിൾ ആയി പഠിക്കല്ലേ? നമുക്ക് നോക്കിയാടാ മക്കളെ, എന്നെ ശ്രദ്ധിച്ചിരിക്കണം എന്റെ മക്കള്. നിങ്ങൾക്ക് നിർബന്ധമായിട്ടും നാളെ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ നാളെ എക്സാമിന് ശേഷവും ഈ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ, കഴിയെങ്കിലടാ. ഓക്കെ, അപ്പൊ മക്കളെ, ലീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഓറ് സോല്യൂബിൾ ആയിട്ടുള്ളതും ഇംപ്യൂരിറ്റി ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനില് ഓറിനെ സോല്യൂബിൾ ആക്കി ഇൻസോല്യൂബിൾ ഇംപ്യൂരിറ്റിയെ ഫിൽട്ടർ ഔട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലീച്ചിങ്. അയിര് ലയിക്കുന്നതും അപദ്രവ്യം ലയിക്കാത്തതുമായ ലായനിയിൽ അതിലുള്ള അയിരിനെ ലയിപ്പിച്ച് അപദ്രവ്യത്തെ അരിച്ചു മാറ്റുന്ന പ്രക്രിയയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോ ബോക്സൈറ്റിന് ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന ലായനിയുടെ പേര് മക്കൾ പഠിച്ചു വെക്കുക. ഹോട്ട് NaOH സൊല്യൂഷൻ എന്നാണ് നമ്മൾ പറയുക. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബോക്സൈറ്റ് ഉണ്ടല്ലോ, Al2O3.2H2 എന്ന് പറഞ്ഞ ബോക്സൈറ്റ്, അതിനെ നമ്മൾ മിക്സ് ചെയ്യണം. ആരുമായിട്ട്? ഹോട്ട് NaOH സൊല്യൂഷനുമായിട്ട്. മക്കൾ മറക്കരുതടാ, ഈ പേര് ഒരിക്കലും മറക്കരുതടാ. ഹോട്ട് NaOH സൊല്യൂഷൻ ചോദ്യങ്ങൾ വരാറുണ്ട്. അലുമിനിയത്തിന്റെ ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ബോക്സൈറ്റിന്റെ ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന ലായനി ഏതാ? ഹോട്ട് NaOH സൊല്യൂഷൻ. അങ്ങനെ തന്നെ എഴുതണേ, ചൂടുള്ള NaOH ലായനി എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ഇവർ തമ്മിൽ മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. അതിന്റെ പേര് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. സോഡിയം അലൂമിനേറ്റ് എന്നാണ് പറയുക. സോഡിയം അലൂമിനേറ്റ് എന്നാണ് അതിന് പറയുക. ഓക്കെ, തൽക്കാലം അതിന്റെ കെമിക്കൽ ഫോർമുല ഒന്നും നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോഡിയം അലൂമിനേറ്റ്. അപ്പോ ഈ സോഡിയം അലൂമിനേറ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലീച്ചിങ്ങിന് എന്താ നടക്കുക? അവിടെ ലയിക്കാതെ കിടക്കുന്ന, അതായത് ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും, അപദ്രവ്യങ്ങൾ ഉണ്ടാവും.
അപ്പൊ ആ അപദ്രവ്യങ്ങളെ നമ്മൾ അരിച്ചു മാറ്റണം. അപ്പൊ ഫിൽറ്റർ ഔട്ട്, ഇവിടുന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഫിൽറ്റർ ഔട്ട്, നമ്മൾ അരിച്ചു മാറ്റുന്നു. ഫിൽറ്റർ ഔട്ട് ഇൻസോലബിൾ ഇംപ്യൂരിറ്റി, ഇൻസോലബിൾ ഇംപ്യൂരിറ്റി, ഫിൽറ്റർ ഔട്ട് ഇൻസോലബിൾ ഇംപ്യൂരിറ്റി എന്നുള്ളത് പഠിച്ചു വെക്കുക. ഇംപ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താടാ? അപദ്രവ്യമാണ്. അപ്പൊ അപദ്രവ്യം അരിച്ചു മാറ്റുക. എന്നിട്ടോ നമ്മൾ അതിലേക്ക് ആഡ്, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആഡ് സം എന്താ? AlOH ത്രൈസ്. AlOH ത്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. കുറച്ച് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ചേർക്കുക. അത് ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് AlOH ത്രൈസ് തന്നെ എന്ത് ചെയ്യും? അവിടെ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് അവക്ഷിപ്തമായിട്ട് രൂപപ്പെടും. മക്കളെ, ഈ ചേർക്കുന്ന വളരെ കുറച്ച് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് അതിലേക്ക് എത്തുന്നതിൽ കൂടി അതിൻ്റെ ഉള്ളിൽ ഒരുപാട് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് വേറെ എന്ത് ചെയ്യും? പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് അഥവാ അവക്ഷിപ്തമായിട്ട് രൂപപ്പെടും, അഥവാ താഴേക്ക് തന്നെ അടിഞ്ഞുകൂടും എന്ന് മക്കൾ മനസ്സിലാക്കി വെക്കുക. ഈ പ്രസിപ്പിറ്റേറ്റിനെ, ഈ AlOH ത്രൈസിനെ ചൂടാക്കുക. സാറ് നിങ്ങൾക്ക് അറിയാലോ മക്കളെ, ചൂടാക്കുന്നതിന് സിമ്പിൾ അറിയാലോ. അപ്പൊ കിട്ടുന്ന ഒരു കോമ്പൗണ്ട് ആണ് Al2O3. ഇത് ഇങ്ങനെ മാത്രം പഠിച്ചാൽ പോരാ, ഇതിന്റെ പേര് കൂടി മക്കൾ ഒന്ന് ഓർത്തു വെക്കുക. ഒന്ന് സിമ്പിൾ ആയിട്ട് എന്റെ മക്കൾ ഇപ്പൊ തന്നെ ഒന്ന് എഴുതി നോക്കടാ. ഈ സാധനം വെറുതെ ഒരു ഫ്ലോ ചാർട്ട് ഇങ്ങനെ എഴുതി നോക്കിയേ. ഇത് ചോദിക്കുകയാണെങ്കിൽ ഫ്ലോ ചാർട്ടിലാണ് ചോദിക്കുക. അപ്പൊ മക്കളെ, ഈ അവസാനം നമുക്ക് കിട്ടിയ സാധനമാണ് അലൂമിന. എന്താ കിട്ടിയത്? അലൂമിന. അപ്പൊ അലൂമിനിയം കിട്ടിയില്ല. അപ്പൊ സാന്ദ്രണ രീതി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ മെത്തേഡ് കഴിഞ്ഞു. ഇനി ഈ ലീച്ചിങ് എന്ന് ചോദിക്കുകയാണെങ്കിലുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ നിങ്ങൾ ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അതല്ലെങ്കിലുള്ള ചോദ്യം എന്താണ്? ഈ അവസാനം കിട്ടുന്നത് ഏതാന്ന് ചോദിക്കുക, അലൂമിന. അതല്ലെങ്കിൽ ചോദിക്കുക എന്താണെന്ന് അറിയോ? അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ അലൂമിനിയാക്കി മാറ്റുന്ന ഈ ചൂടാക്കുന്ന ഈ പ്രക്രിയക്ക് എന്താ പറയാ? ഇത് കാൽസിനേഷൻ ആണ്. എന്താണ്? കാൽസിനേഷൻ ആണ്. നമ്മൾ പഠിച്ചില്ലടാ കാൽസിനേഷനും റോസ്റ്റിംഗും ഒക്കെ. അതിൽ കാൽസിനേഷൻ പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്. ഹൈഡ്രോക്സൈഡ് എന്തായി മാറുക? ഓക്സൈഡായി മാറുക. സോ നമുക്ക് അടുത്തതായിട്ട് എന്താ പഠിക്കേണ്ടത്? നമുക്ക് അടുത്തതായിട്ട് പോകേണ്ടത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് അലൂമിനിയം ഉണ്ടാക്കുന്ന ഈ പ്രോസസ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എഴുതി വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ചോദ്യം ഈ ഹെഡിങ് തന്നെയാണ് ഒന്നാമത്തെ ചോദ്യം. അലൂമിനിയത്തിന്റെ നിർമ്മാണത്തിന് പറയുന്ന പേര് ഹാൾ ഹെറാൾട്ട് പ്രോസസ്. ഹാൾ ഹെറാൾട്ട് പ്രക്രിയ പഠിക്കണടാ. ഹാൾ ഹെറാൾട്ട് പ്രക്രിയ. അപ്പൊ അതിന്റെ ഒരു സെറ്റപ്പ്. സാർ ഈ ചിത്രം വരയ്ക്കാൻ ചോദിക്കോ? നോ, നെവർ ചോദിക്കൂല. ചിത്രം വരയ്ക്കാൻ ചോദിക്കൂ. പക്ഷെ ചിത്രം തന്നിട്ടോ അതല്ലെങ്കിൽ ചിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോ ഉണ്ടാവാം. സാറ് പറഞ്ഞുതരാം. ഒന്ന് ശ്രദ്ധിക്കാൻ കഴിയും നിങ്ങൾക്ക്. നാളെ നിങ്ങൾക്ക് ഇതിന്ന് ചോദ്യം വരുന്നാൽ എഴുതാൻ പറ്റും. ഓക്കെ, വന്നാൽ എന്നല്ല, വരും, ഉറപ്പാണ്. അലൂമിനിയത്തിന്റെ പ്രൊഡക്ഷനും അയണിന്റെ പ്രൊഡക്ഷനിൽ നിന്നും ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നോക്കണേ, ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ എന്താ പറയാറ്? പൊതുവെ ആനോഡ് എന്നാ പറയാ അല്ലെ. അപ്പൊ പോസിറ്റീവ് കാർബൺ ബ്ലോക്കുകളാണ് ഇതൊക്കെ. അതൊക്കെ ആനോഡുകളാണ്. കാർബൺ ആണ്. ഇവന്മാരൊക്കെ എന്താണ്? കാർബണുകളാണ്. ഇനി ഈ സൈഡിൽ ഈ ലൈനിങ് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയോ? നെഗറ്റീവ് കാർബൺ ലൈനിങ് ആണ്. നെഗറ്റീവ് കാർബൺ ലൈനിങ് ആണ്. ഇത് പോസിറ്റീവ് ആനോഡ് ആണ്. ഈ കാണുന്നത് എന്താണ്? നെഗറ്റീവ് കാർബൺ ആണ്. നെഗറ്റീവ്, ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് കാർബൺ ലൈനിങ് ആണ്. ചോദ്യം നമ്പർ 1, ഹാൾ ഹെറാൾട്ട് പ്രോസസ്സിലെ കാഥോഡ് ആരാണ്? നെഗറ്റീവ് കാർബൺ ലൈനിങ്. മലയാളം ആണെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ അങ്ങനെ. നെഗറ്റീവ് കാർബൺ ലൈനിങ് അല്ലെങ്കിൽ കാർബൺ ലൈനിങ്. ഇതൊരു സ്റ്റീൽ ടാങ്ക് ആണ്. ആ സ്റ്റീൽ ടാങ്കിന്റെ ഉള്ളിലാണ്. ഇവിടെ നമ്മൾ എന്തൊക്കെ എടുത്തിട്ടുള്ളത്? നമ്മൾ എടുത്തിട്ടുള്ള ഒരു സാധനമാണ് അലൂമിന. Al2O3 അലൂമിന എടുത്തിട്ടുണ്ട്. അലൂമിനയിലേക്ക് നമ്മളൊരു സാധനം ചേർക്കുന്നുണ്ട്. അതിന്റെ പേരാണ് ക്രയോലൈറ്റ്. ക്രയോലൈറ്റ്. ഓക്കെ, Na3Alf6 ക്രയോലൈറ്റ്. അതിന്റെ ഫോർമുല നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താ ചെയ്യാ? ക്രയോലൈറ്റ് എന്നെങ്കിലും പഠിക്കുക. സോഡിയം ക്രയോലൈറ്റ് ആണത്. അപ്പൊ മക്കളെ, ക്രയോലൈറ്റ് എന്തിനാണ് ചേർക്കുന്നത്? ഒരു ചോദ്യം ഇവിടുന്ന് വരാം. എന്തിനാ ക്രയോലൈറ്റ് ചേർക്കുന്നത്? ക്രയോലൈറ്റ് ചേർക്കുന്നത് അലൂമിനയുടെ, എഴുതി വെച്ചാൽ അറിയില്ലെങ്കിൽ, അലൂമിനയുടെ ദ്രവണാങ്കം കുറയ്ക്കാനും വൈദ്യുത ചാലകത കൂട്ടാനും. ഓക്കെ, ഇതിപ്പോ ഇന്ന് കാണുന്നതുകൊണ്ട് നാളെ എക്സാമിന് എഴുതാൻ പറ്റും, ഉറപ്പാ. ഓക്കെ, എന്തിനാണ്? ടു ഡിക്രീസ്. വൈ ആഡ് ക്രയോലൈറ്റ് എന്ന് ചോദിച്ചാൽ to decrease melting point of alumina and increase electrical conductivity. സെറ്റ് ആണല്ലോ. ഇനി ഇവിടെ നടക്കുന്ന ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻസ് ആണ് അടുത്ത ചോദ്യം വരിക. ആനോഡിലെ റിയാക്ഷൻ എന്താ, കാഥോഡിലെ റിയാക്ഷൻ എന്താന്നൊക്കെ ചോദിക്കും. മക്കളെ, സാർ ഇവിടെ എഴുതി തരാം ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻസ്. മക്കൾ നോക്കണേ, ഇവിടെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഒന്നുമില്ല. ഇവിടെ ആദ്യം ഏതൊക്കെയാണ് ഈ അലൂമിനയിലുള്ള അയോണുകൾ മക്കളോട് ചോദിച്ചാൽ Al+3 അയോണുകളും O-2 അയോണുകളാണ് അലൂമിനയിൽ ഉണ്ടാവുക. അപ്പൊ വൈദ്യുതി കടത്തി വിട്ടാൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ ഈ 2 അയോണുകളാണ് ഇവിടെ ഉണ്ടാവുക.
അപ്പം അലൂമിനയിലുള്ള അയോണുകൾ ഏതെല്ലാം? Al+3 ആൻഡ് O-2. സിമ്പിൾ. നമ്മൾ ചെയ്യടാ, നിങ്ങൾ നാളെ ചെയ്യും, ഉറപ്പ്, അത് മറക്കൂല കേട്ടോ. ഓക്കെ, അപ്പൊ ആനോഡിലേക്ക് ആരാ പോവാ? ആനോഡ് പോസിറ്റീവ് ചാർജ് അല്ലേ, അവിടേക്ക് വരുന്നത് നെഗറ്റീവ് ചാർജുള്ള അയോണാണ്. അപ്പൊ അവിടെ നടക്കുന്ന ഈ റിയാക്ഷൻ നോക്കിക്കോ. 2 O-2 അയോണുകൾ ഓക്സിജൻ ഗ്യാസ് ആയിട്ട് O2 ഗ്യാസ് ആയിട്ട് മാറും. ഓക്സിഡേഷൻ അല്ലേ നടക്കേണ്ട ആനോഡില്. മൊത്തത്തിൽ 4 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. അപ്പോ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പഠിക്കണം, നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടെങ്കിൽ 3 ടിക്ക് ഇട്ടോളാം നോട്ടില്. ഓക്കെ, അപ്പൊ ആനോഡിൽ എന്താണ് ലഭിച്ചത്? ഓക്സിജൻ ഗ്യാസ്, ഓക്സിജൻ വാതകം. ഇനി എന്റെ മക്കൾക്ക് ഒരു കാര്യം സാർ ഇവിടുന്ന് പറയുന്നു, ഒന്ന് ശ്രദ്ധിക്കണേ. ഈ ലഭിക്കുന്ന ഓക്സിജൻ ആനോഡിലാണല്ലോ. ആനോഡൊക്കെ കാർബൺ ബ്ലോക്കുകളാണല്ലോ. സാർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വിചാരിച്ച് ഉത്തരത്തിൽ നിങ്ങൾ വളരെ ചുരുക്കിയ എഴുതിയാൽ മതിട്ടാ. ഓക്കെ, സാർ പറഞ്ഞുതരാം. ചോദ്യങ്ങൾ സാർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഇടക്ക്. കാർബണിലേക്കാണ് ഓക്സിജൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ കാർബണും ഈ വരുന്ന ഓക്സിജനും പ്രവർത്തിച്ച് എന്തായി മാറും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ആവിയായി പുറത്തേക്ക് ഇങ്ങനെ പോകും. അങ്ങനെ പോകുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ കാർബൺ ബ്ലോക്കുകൾ തീർന്നു. അതുകൊണ്ട് ഈ കാർബൺ ബ്ലോക്കുകൾ ഇടയ്ക്കിടയ്ക്ക് റീപ്ലേസ് ചെയ്യും, മാറ്റിവെക്കും. ചോദ്യം പ്രതീക്ഷിച്ചോ. എന്തിനാണ് ഹാൾ ഹെറാൾഡ് പ്രോസസ്സിൽ ആനോഡ് ആയിട്ടുള്ള കാർബൺ ബ്ലോക്കുകളെ റീപ്ലേസ് ചെയ്യുന്നത്, മാറ്റിവെക്കുന്നത് എന്ന് ചോദിച്ചാൽ കാർബണും ഓക്സിജനും ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആകുന്നതിനാൽ മതി. കാർബൺ റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ്. റിയാക്ഷൻ എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ആനോഡിലെ റിയാക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഒക്കെ കിട്ടിയല്ലോ. ഇനി മക്കളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ ചോദിക്കുക, എവിടെയാണ് പ്യുവർ അലൂമിനിയം കിട്ടുക? പ്യുവർ അലൂമിനിയം എവിടെ കിട്ടുക? അത് കാഥോഡിലാണ് മക്കളെ. എവിടെ കിട്ടുക? കാഥോഡിലാണ്. കാഥോഡിൽ എന്താ നടക്കാന്നറിയോ? അലൂമിനിയത്തിന്റെ അയോണാണ് Al+3. ഈ അയോണ് Al+3. ഈ അയോണ് വന്നിട്ട് 3 ഇലക്ട്രോണുകൾ വാങ്ങിക്കൊണ്ട് അലൂമിനിയം മെറ്റൽ ആയിട്ട് കാഥോഡിൽ രൂപപ്പെടും. അപ്പൊ എവിടെയാണ് ശുദ്ധ അലൂമിനിയം ലഭിക്കുന്നത്? കാഥോഡിൽ. പ്യുവർ അലൂമിനിയം ലഭിക്കുന്നത് കാഥോഡിൽ. അതിനുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഈ ഇക്വേഷൻ പഠിച്ചെങ്കിൽ 3 ടിക്ക് കേട്ടോ. റെഡി? സെറ്റാണോ മക്കളെ? ഇത് ഒരിക്കലും നിങ്ങൾക്ക് ഉപകാരപ്പെടാതെ പോകില്ല. നിർബന്ധമായിട്ടും ഇതിൽ നിന്നും സാർ ഇന്ന് പറഞ്ഞ ഏതെങ്കിലും ചോദ്യം വരും. സാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടോ നോക്കിയ മക്കള്. ഓക്കെ, ഒന്ന് അലൂമിനിയത്തിന്റെ പ്രിപ്പറേഷന്റെ പേര് മനസ്സ് പറ, അല്ലെങ്കിൽ വായോണ്ട് പറ. ഹാൾ ഹെറാൾഡ് പ്രോസസ്, ഹാൾ ഹെറാൾഡ് പ്രക്രിയ. കാഥോഡ് ആരാണ്? നെഗറ്റീവ് കാർബൺ ലൈനിങ്. ആനോഡ് ആരാണ്? പോസിറ്റീവ് കാർബൺ ബ്ലോക്കുകൾ. പിന്നെ അലൂമിനയിലുള്ള അയോണുകൾ ഏതൊക്കെയാം? Al+3 O-2. എന്തിനാ ക്രയോലൈറ്റ് ചേർക്കുന്നത്? ടു ഡിക്രീസ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിന ആൻഡ് ഇൻക്രീസ് കണ്ടക്ടിവിറ്റി. അലൂമിനയുടെ ദ്രവണാങ്കം കുറയ്ക്കാനും വൈദ്യുത ചാലകത കൂട്ടാനും. ആനോഡിലുള്ള ഇക്വേഷൻ എന്ത്? ആനോഡിൽ എന്താ ഉണ്ടാവുന്നത്? ഓക്സിജൻ. എന്തുകൊണ്ടാണ് കാർബൺ ബ്ലോക്കുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നത്? കാർബണും ഓക്സിജനും ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആകുന്നതിനാൽ. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ Al+3 + 3 ഇലക്ട്രോൺ ഗിവ്സ് Al, അലൂമിനിയം. എവിടെയാണ് അലൂമിനിയം ലഭിക്കുന്നത്? കാഥോഡിൽ. റെഡിയാണോ? അലൂമിനിയത്തിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇതിന്ന് വരാവുന്ന പരമാവധി ചോദ്യം സാറ് പറഞ്ഞു കഴിഞ്ഞു. ഇതേ വരും. ഓക്കെ, റെഡിയാണോ? സെറ്റാണോ? ഇനി ഇതേപോലെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. ഒരു പ്രശ്നമില്ലാതെ വേഗം പഠിച്ചെടുക്കാം. നമുക്ക് ആരുടെ പ്രിപ്പറേഷൻ? നമ്മളുടെ അയണിന്റെ പ്രിപ്പറേഷൻ. പ്രൊഡക്ഷൻ ഓഫ് അയണിൽ ഇവനെ വെറുതെ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ഫൂൾസ് ഗോൾഡ്, വിഡ്ഢികളുടെ സ്വർണ്ണം ആരാണ്? അയൺ പൈറൈറ്റ്സ്. ഓർത്ത് വെക്കുമല്ലോ. അയണിന്റെ ഓറായിട്ട്, ഇരുമ്പിന്റെ ഓറ അല്ലെങ്കിൽ അയിരായിട്ട് നമ്മൾ ആരെടുക്കുക? Fe2O3 അഥവാ ഹെമറ്റൈറ്റ് ആണ് ഇപ്പൊ തൽക്കാലം എടുക്കുന്നത് നമ്മുടെ സിലബസിൽ. അതിന്റെ ഗ്യാങ് ആരാ അഥവാ അപദ്രവ്യം ആരാണ്? എന്താണ് ഗ്യാങ്? സിലിക്കയാണ്. സിലിക്കയാണ് ഇവിടെ ഗ്യാങ് അല്ലെങ്കിൽ അപദ്രവ്യമായിട്ട് ഉപയോഗിക്കുന്നത്. കോൺസെൻട്രേഷൻ മെത്തേഡ്, സാന്ദ്രീകരണ രീതി അല്ലെങ്കിൽ സാന്ദ്രീകരണ രീതി ഏതാ മക്കളെ? മറ്റൊന്നുമല്ല, എന്താണടാ ഇത്? Fe2O3 ആയതുകൊണ്ട് ഓക്സൈഡ് ആയതുകൊണ്ട് നമുക്ക് ലെവിഗേഷൻ പറ്റും. ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്, അതിന് നമ്മൾ പറയാ ജലത്തിൽ കഴുകൽ എന്ന് തൽക്കാലം സാർ എഴുതുന്നു. കഴുകൽ. ഓക്കെ, ഇതല്ലെങ്കിൽ ഇരുമ്പുണ്ടായതുകൊണ്ട് എന്തും പറ്റും? മാഗ്നറ്റിക് സെപ്പറേഷനും പറ്റും. ഇത് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. മാഗ്നറ്റിക് സെപ്പറേഷൻ. ഓക്കെ, ഇനി ഇത് ഉപയോഗിക്കുന്ന ഇരുമ്പിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫർണസ്, ഇതൊക്കെ 1 മാർക്കിന്റെ ചോദ്യങ്ങളാട്ടോ. ഫർണസ് എന്താണ്? ബ്ലാസ്റ്റ് ഫർണസ്. എന്താ മക്കളെ? ബ്ലാസ്റ്റ് ഫർണസ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. സബ്സ്റ്റൻസ് ആഡഡ് ടു ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ചേർക്കുന്നത് എന്താ? ഒന്ന് ഹെമറ്റൈറ്റ് Fe2O3, മറ്റൊന്നാണ് ചുണ്ണാമ്പ് കല്ല്. സാറ് വായോണ്ട് പറയുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഒക്കെ എന്താണ്? ചുണ്ണാമ്പ് കല്ല് അല്ലെങ്കിൽ ലൈം സ്റ്റോൺ. കെമിക്കൽ ഫോർമുല കാൽസ്യം കാർബണേറ്റ് CaCO3.
ഇനി മറ്റൊന്നാണ് കോക്ക് അഥവാ കാർബൺ. വേഗം പഠിച്ചോ, ഇതിന്റെ 3 എണ്ണത്തിന്റെ ഉപയോഗം എന്തൊക്കെയാന്നുള്ളത് പഠിക്കാം നമുക്ക്. ഇത് ഉപയോഗിക്കുന്ന ബ്ലാസ്റ്റ് ഫർണസിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്, വെറുതെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അപ്പൊ ഈ ചിത്രമാണ് നിങ്ങളെ സിലബസിൽ ഉണ്ടാവും. ഈ ചിത്രം തന്നിട്ട് എന്താ ചോദിച്ചാൽ ബ്ലാസ്റ്റ് ഫർണസ് കേട്ടോ. ഓക്കെ, ഇനി ലൈം സ്റ്റോൺ അഥവാ ചുണ്ണാമ്പ് കല്ല് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചുണ്ണാമ്പ് കല്ല് എന്തിനാ ഉപയോഗിക്കുന്നത് മക്കളെ? അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം ആസ് ഫ്ലെക്സ് ആയിട്ടാണ് ചുണ്ണാമ്പ് കല്ല് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണ്? കാൽസ്യം കാർബണേറ്റ് ആയിട്ടുള്ള ചുണ്ണാമ്പ് കല്ല് നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസിൽ ചൂടുകൊണ്ട് വിഘടിച്ചിട്ട് കാൽസ്യം ഓക്സൈഡും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ആയി മാറും. ഈ കാൽസ്യം ഓക്സൈഡ് ആണ് എന്തായിട്ട് പ്രവർത്തിക്കുന്നത്? ഫ്ലെക്സ്. എന്തായിരുന്നു ഫ്ലെക്സ്? അതായത് നമ്മുടെ ഗ്യാങ് ആയിട്ടുള്ള സിലിക്കയുണ്ടല്ലോ, ഗ്യാങ് ആയിരുന്നു അല്ലെ? ഗ്യാങ് ആയിട്ടുള്ള സിലിക്കയെ നമ്മുടെ ഫ്ലെക്സ് ആയിട്ടുള്ള കാൽസ്യം ഓക്സൈഡ് വന്നിട്ട് എന്ത് ചെയ്യും? കൊണ്ടുപോകും. എങ്ങനെ കൊണ്ടുപോകുക? CaSiO3 കാൽസ്യം സിലിക്കേറ്റ്. പേര് പഠിക്കുക, കാൽസ്യം സിലിക്കേറ്റ്. ഇതെന്തായിട്ടാണ്? സ്ലാഗ് ആയിട്ടാണ് പോകുന്നത്. അപ്പോ ഗ്യാങ്ങും ഫ്ലക്സും ചേർന്ന് സ്ലാഗ് ഉണ്ടാകുന്ന ഈ പ്രവർത്തനം ഒന്ന് പഠിച്ചു വെച്ചേക്കണ്ടി. ഓക്കെ, റെഡി? അപ്പൊ ഇതിന്റെ ഉപയോഗം, ലൈം സ്റ്റോണിന്റെ ഉപയോഗം, ചുണ്ണാമ്പ് കല്ലിന്റെ ഉപയോഗം ഫ്ലക്സ് ആയിട്ട് പ്രവർത്തിക്കലാണ്. ഇനി എന്തിനാ കോക്ക് അഥവാ കാർബൺ എന്തിനാ എടുത്തത്? കാർബണിന്റെ ഏറ്റവും സിമ്പിൾ ഉത്തരം ആസ് റെഡ്യൂസിങ് ഏജന്റ്. എന്താണ് കോക്കിന്റെ ഉപയോഗം എന്ന് ചോദിച്ചാൽ നിരോക്സീകാരി. എന്താണ്? നിരോക്സീകാരിയായി പ്രവർത്തിക്കാനാണ് എന്തുപയോഗിക്കുന്നത്? നമ്മളുടെ നിരോക്സിക്കരി അല്ല കേട്ടോ, എഴുതുമ്പോ കൂടിപ്പോയതാണ്, നിരോക്സീകാരി. ഓക്കെ, അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു മാർക്ക് നേടാൻ നിരോക്സികാരിയായിട്ട് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് എഴുതി വെക്കാം. ഇനി റിയാക്ഷൻ വെറുതെ നോക്കിക്കോ. കാർബണും ഓക്സിജനും തമ്മിൽ ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആയി മാറും ബ്ലാസ്റ്റ് ഫർണസിൽ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആവും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കോക്ക് അല്ലെങ്കിൽ കാർബണുമായി പ്രവർത്തിച്ചിട്ട് കാർബൺ മോണോക്സൈഡ് ആവും. ഈ കാർബൺ മോണോക്സൈഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ കാർബൺ മോണോക്സൈഡ് പോയിട്ട് എന്താ ചെയ്യുന്നത്? നിരോക്സീകരണം അഥവാ റിഡക്ഷൻ നടത്തും. എങ്ങനെയാ? നമ്മളുടെ Fe2O3 ഉണ്ടല്ലോ, അതില് നമ്മളുടെ കാർബൺ മോണോക്സൈഡ് 3 പോകും. എന്തിനാ 3 പോകുന്നത്? 3 ഓക്സിജൻ അവിടുന്ന് റീപ്ലേസ് ചെയ്യണം, ഒഴിവാക്കണം. കാരണം ഇരുമ്പ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ 3 കാർബൺ മോണോക്സൈഡ് പോയിട്ട് 3 കാർബൺ ഡൈ ഓക്സൈഡ് ആയി മാറും. എങ്ങനെയാ? ഒരു COയും ഒരു ഓയും കൂടി CO2 കാർബൺ ഡൈ ഓക്സൈഡ് ആയി. പിന്നെ അങ്ങനെ 3 അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി Fe മാത്രം, 2 Fe. ഇങ്ങനെ കിട്ടുന്ന ഇരുമ്പിന്റെ പേരാണ് പിഗ് അയൺ. പഠിച്ചു വെക്ക്. അപ്പൊ ഇരുമ്പിന്റെ നിർമ്മാണത്തിൽ നിന്ന് ചോദിക്കുന്ന പരമാവധി ചോദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടി സാർ റിപ്പീറ്റ് ചെയ്യാ, കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കിട്ടോ. ഒന്ന്, ഇരുമ്പിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പിന്നെ ഓർ അയിർ ഏതാണ്? Fe2O3 അഥവാ ഹെമറ്റേറ്റ്. ഗ്യാങ് ആരാണ്? സിലിക്കയാണ്. ഓക്കെ, കോൺസെൻട്രേഷൻ മെത്തേഡ് ജലപ്രവാഹത്തിൽ കീഴിൽ ലെവിഗേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ. അതിലുള്ള ഫർണസിന്റെ പേര് ബ്ലാസ്റ്റ് ഫർണസ്. സബ്സ്റ്റൻസ് എന്തൊക്കെ അതിലേക്ക് ബ്ലാസ്റ്റ് ഫർണസ് ആഡ് ചെയ്യുക? ഹെമറ്റേറ്റ്, ചുണ്ണാമ്പ് കല്ല്, കോക്ക്. എന്തിനാ ചുണ്ണാമ്പ് കല്ല്? ഫ്ലെക്സ് ആയിട്ട് ഉപയോഗിക്കാൻ. അതിന്റെ ഫ്ലെക്സും ഗ്യാങ്ങും ചേർന്ന് സ്ലാഗ് ആവുന്ന ഇക്വേഷൻ പഠിച്ചു വെക്കുക. എന്തിനാണ് കോക്ക് ഉപയോഗിക്കുന്നത്? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട്, നിരോക്സീകാരി ആയിട്ട്. മക്കളെ, ഈ വീഡിയോയിൽ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ അലുമിനിയത്തിന്റെയും ഇരുമ്പിന്റെയും പ്രിപ്പറേഷനിൽ നിന്നും ഉറപ്പായും ചിലപ്പോൾ അലുമിനിയത്തിന്റെ നിന്നും മാത്രമാകാം. അങ്ങനെയാണെങ്കിൽ കുറെ ചോദ്യം അലുമിനിയത്തിൽ നിന്ന് ചോദിക്കും. ചിലപ്പോൾ രണ്ടും കൂടി മിക്സ് ആവാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതൊന്നും അതൊന്നും ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഞാൻ ഒരു ഉറപ്പ് തരാം, ഇതിലപ്പുറം ചോദിക്കൂല. സാർ ഈ വീഡിയോയിൽ പറഞ്ഞ ഒരു കണ്ടന്റിന് അപ്പുറം നിങ്ങളോട് ഈ 2 കാര്യത്തിൽ നിന്ന് ചോദിക്കൂല. അത് ഷുവർ. റെഡി? സോ നമുക്ക് ഉഷാറാക്കാം. ഇത് കണ്ട കുട്ടികൾക്ക് നാളെ ചിരിക്കാനുള്ള വകുപ്പുണ്ടാവും. ഏത് ചിരി? അതല്ല, മനസ്സറിഞ്ഞു ചിരിക്കാൻ. ഇന്നലെ ഞാൻ ആ വീഡിയോ കണ്ടതുകൊണ്ട് എനിക്ക് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞു ചിരിക്കാൻ നിങ്ങൾക്കൊരു വകുപ്പുണ്ടാവും, ഉണ്ടായിരിക്കട്ടെ. സോ നമുക്ക് പൊളിക്കാം. ഡോൺ വറി. ഇന്നത്തെ മാരത്തോണിൽ നിങ്ങൾ വരണം. ഒരുപാട് നല്ല സ്പെഷ്യൽ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്ങനെയുള്ള സ്പെഷ്യൽ ചോദ്യങ്ങളാണെന്ന് ഉദ്ദേശിച്ചാൽ മറ്റൊന്നുമല്ല മക്കളെ, ഒരു ചോദ്യത്തിലൂടെ ഒരുപാട് കാര്യം പഠിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ചോദ്യം. ആ ചോദ്യം പഠിക്കുന്നതിലൂടെ നാളത്തെ എക്സാമിന് 6 ക്വസ്റ്റ്യൻ ഇട്ടാലും എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ലൈവിൽ കാണാം. കൂട്ടുകാരൊക്കെ വിളിച്ചു പാടാം. നമുക്കിന്ന് ഒരു ചരിത്രം സൃഷ്ടിക്കണം. സൈൻ ഓഫ്.